ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഒരു ചിക്കൻ കപ്പ ബിരിയാണി നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് ചിക്കൻ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. സവോള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തക്കാളി ഒരെണ്ണം, പിന്നെ കുറച്ച് മല്ലിയില കേട്ടോ. ഇത് ലാസ്റ്റ് ഇടാനാണ്. ഇതാ കപ്പ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് മാത്രം ഇട്ടാട്ടെ വേവിച്ച. ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുക്കറിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ, സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഇത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം എടുത്തു വച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാവേ. ചിക്കൻ വെന്ത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കപ്പ ഇട്ട് കൊടുക്കാവേ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ. അങ്ങനെ അത് സെറ്റ് ആയിട്ട് നമുക്ക് അവസാനം കുറച്ച് ചെറുതായി അതിൻ്റെ സവോളയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ കുറച്ച് റൈറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മാങ്ങാച്ചാറ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച ചൂടാണ്. സൂപ്പർ.